അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വ ആലി കുല്ലിം വസ്വഹാബത്തി അജ്മഈൻ. കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ മാറ്റി നിർത്താൻ കഴിയാത്ത കേരളീയ മുസ്ലിങ്ങൾക്ക് വിജ്ഞാനത്തിൻ്റെ പ്രകാശം പകർന്നു കൊടുത്ത മഖ്ദൂമുൽ അവ്വൽ, ഒന്നാം മഖ്ദൂം, വലിയ മഖ്ദൂം എന്ന പേരിൽ പ്രസിദ്ധരായ പൊന്നാനി വലിയ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവരുടെ കുടുംബ പരമ്പര ചെന്നെത്തുന്നത് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഇന്ത്യയിൽ നിന്ന് ഈജിപ്തിലെ അൽ അസ്ഹറിൽ പോയി പഠനം നടത്തിയ ആദ്യത്തെ വ്യക്തിയും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അക്കാലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള, ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള, ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് മഹാനവറുകൾ ഇൽമ പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് രചിച്ച മൗലിദാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ മങ്കൂസ് മൗലിദ്. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി എന്ന് തുടങ്ങുന്ന മങ്കൂസ് മൗലിദ്. ആ മങ്കൂസ് മൗലിദിൻ്റെ അവസാന ഭാഗത്തിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പച്ചയായി ഇസ്തിഗാസ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. ഓ നേതാക്കളിൽ നേതാവായ നബിയെ, അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങയെ ഞാൻ സമീപിച്ചിട്ടുള്ളത്. ഖദ് ഹല്ല ബി മാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫഅസ്ഇദി. നബിയെ, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങയ്ക്കറിയാമല്ലോ നബിയെ. അങ്ങ് അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം നബിയെ, അങ്ങ് അതിൽ നിന്ന് എന്നെ കരകയറ്റണം നബിയെ എന്ന് പറഞ്ഞ് കേരളീയ ജനതക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത, ഈമാൻ പഠിപ്പിച്ചു കൊടുത്ത, തൗഹീദ് പറഞ്ഞു കൊടുത്ത സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരാണ് എങ്ങനെയാണ് ഇസ്തിഗാസ നടത്തേണ്ടത് എന്ന് സ്വന്തം തന്നെ ഇസ്തിഗാസ നടത്തിക്കൊണ്ട്, പച്ചയായ ഇസ്തിഗാസ നടത്തിക്കൊണ്ട് കേരളീയ സമൂഹത്തിന് മാതൃകയാവുകയാണ്. ആ മാതൃകയാണ് നാം മുറുകെ പിടിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയ മഹത്തുക്കൾ, ഇമാംമാർ, അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.